മുഹമ്മദ് അസ്ലം കൂടിയുണ്ട് നിലമ്പൂരിൽ നിന്ന്. അസ്ലം, സൈഫ് പറഞ്ഞതുപോലെ തന്നെ CPM-ന്റെ താഴെ തട്ട് മുതൽ മുകളിലേക്കുള്ള എല്ലാ നേതാക്കളും നിലമ്പൂരിൽ ഇറങ്ങി പണിയെടുക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ തിരിച്ചടിയാകില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണോ UDF ക്യാമ്പുള്ളത്? ഇന്നിപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണം എങ്ങനെയാണ്? മഴ വലിയൊരു തടസ്സമാകുന്നുണ്ടോ അവിടെ? മഴയൊക്കെ മറികടക്കുന്ന രീതിയിലുള്ള ആവേശത്തിലാണ് നിലമ്പൂരുകാർ. അതെല്ലാ പാർട്ടികളും എല്ലാ മുന്നണികളും അതിശക്തമായ പ്രചരണവുമായി ജനങ്ങളെ തങ്ങളുടെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി, തങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന ആത്മവിശ്വാസം ജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള അവസാനഘട്ട പരിശ്രമങ്ങളിലാണുള്ളത്. UDF-നെ സംബന്ധിച്ചോളം ഇന്നലെ പ്രിയങ്ക ഗാന്ധി ഉണ്ടാക്കിയത് വലിയ ഓളമാണ് UDF ക്യാമ്പിലെന്നാണ് അവിടെ തന്നെ വിലയിരുത്തൽ. 2 സ്ഥലങ്ങളിൽ നടന്ന റോഡ് ഷോയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. മാത്രമല്ല വലിയ സാധാരണഗതിയിൽ പതിവില്ലാതെ കാര്യത്തിൽ എല്ലാ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ അതിശക്തമായ പ്രചരണ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ പരമാവധി UDF-ന്റെ ഐക്യത്തിൽ നിന്നുകൊണ്ടുള്ള പ്രചരണത്തിലേക്കാണ് അവർ പോകുന്നത്. UDF-നെ സംബന്ധിച്ചോളം ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് സാദിഖ് അലി ശിഹാബ് തങ്ങളും KC വേണുഗോപാലും PK കുഞ്ഞാലിക്കുട്ടും മൂത്തയെടുത്ത് ഒരു പര്യടന പരിപാടി തന്നെ, അതായത് റോട്ടിലും അതിനെ കടകളിലും വീടുകളിലൊക്കെ വോട്ട് ചോദിച്ചിറങ്ങുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അതായത് UDF ഐക്യത്തോടെയാണ് വളരെ സജീവമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേടുന്നതിൻ്റെ ഒരു പ്രതിഫലനമായി നേതാക്കൾ പാണക്കാട് സാദിഖ് ശിഹാബ് തങ്ങളും KC വേണുഗോപാലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ വോട്ട് തേടി ഇറങ്ങുന്ന രാവിലെ ഒരു പരിപാടിയുണ്ട്. പിന്നെ വൈകിട്ട് യുവജനങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടി ഹനാൻ ഷായുടെ ഒരു ഷോയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് യുവാക്കളും സജീവമായിട്ടുണ്ട്. പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ LDF-നെ പോലെ തന്നെ UDF-ന്റെ മുഴുവൻ ക്യാമ്പ്, പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റ് തുടങ്ങി മുഴുവൻ ഭാരവാഹികളും എല്ലാം ഓരോ മണ്ഡലങ്ങളും, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചുള്ള മുഴുവൻ ഭാരവാഹികളും MLA-മാരൊക്കെ തന്നെയും ഓരോ മണ്ഡലത്തിൻ്റെയും ഓരോ പഞ്ചായത്തിൻ്റെയും ചുമതലകൾ വഹിച്ച് മുന്നോട്ട് പോവുകയാണ്. ലീഗിനെ സംബന്ധിച്ചാണെങ്കിൽ മലപ്പുറത്ത് നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ വലിയ ഭൂരിപക്ഷം വിജയം നേടുക എന്നുള്ള അവരുടെ തന്നെ ഒരു പ്രസ്റ്റീജ് പോലെ എടുത്തുകൊണ്ട് ശക്തമായ പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രചരണ പരിപാടികൾ സജീവമാക്കാൻ അവർ നോക്കുന്നു. അതോടൊപ്പം തന്നെ താഴെത്തട്ടിലെ ക്യാമ്പയിനിങ് ഉണ്ടെന്ന് നോക്കുന്നു. അല്ലെങ്കിൽ PV അൻവറിന്റെ ഫാക്ടറാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് തന്നെ PV അൻവറിലേക്ക് പോകാൻ സാധ്യതയുള്ള വോട്ടുകൾ UDF ക്യാമ്പിൽ നിന്നും പരമാവധി മിനിമൈസ് ചെയ്യുക എന്നുള്ള ഒരു അജണ്ട കൂടി അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ചില ക്യാമ്പയിനുകളിലേക്ക് പോകുന്നു. എന്തായാലും ഇന്നും നാളെയും പൊടിപൂരമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശക്തമായ മഴയുണ്ട്. അതേസമയം മഴയെ മാറ്റി നിർത്തുന്ന ആവേശത്തിലാണ് നിലമ്പൂരിലെ രാഷ്ട്രീയ. എന്തായാലും PV അൻവറിന്റെ കാര്യം കൂടി നോക്കിയാൽ അൻവറിന് എത്രത്തോളം മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇന്നലെ അൻവർ യൂസുഫ് പത്താനുമായി നടത്തിയ ഷോ, നിലമ്പൂർ മുതൽ വഴിക്കടവ് നടത്തിയ ഷോ ഒരുപക്ഷെ PV അൻവറിന്റെ ക്യാമ്പിന് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. നിലമ്പൂർ മുതൽ വഴിക്കടവ് എന്ന് പറയുന്നത് ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിന്റെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവുമാണ്. ഈ 2 സ്ഥലം ഈ ഒരു റോഡ് ഷോയിൽ ചുറ്റും അതിലേക്ക് എത്തിയ ആൾക്കാർ, അതിനുവേണ്ടി കാത്തു നിന്ന ആൾക്കാർ, അതൊക്കെ PV അൻവറിനെ സംബന്ധിച്ചോളം യൂസുഫ് പത്താനെയും PV അൻവറിനെയും കാണാനാണ് വന്നിരുന്നെങ്കിൽ എന്ന് പറയുന്നു LDF UDF പറയുന്നത് പോലും വലിയ ആത്മവിശ്വാസം അവർക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നാലെ സ്ഥാനാർത്ഥി പര്യടനത്തിന് അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം വഴിക്കടവിലാണ് നടക്കുന്നത്. വഴിക്കടവാണ് അവർ ഏറ്റവും ഫോക്കസ് ചെയ്യുന്ന പഞ്ചായത്ത്, ഏറ്റവും കൂടുതൽ വോട്ട് നേടും എന്ന പ്രതീക്ഷിക്കുന്ന പഞ്ചായത്ത്. അതോടൊപ്പം തന്നെ എടക്കരയും മൂത്തയിടത്തുമൊക്കെ എല്ലാ സ്ഥലങ്ങളിലും അവർ ശക്തമായ പ്രചരണത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടുകൾ നേടിയെടുക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് PV അൻവർ ഉള്ളത്. നമ്മളെ മീഡിയ വണ്ണം സംബന്ധിച്ചാണെങ്കിൽ മീഡിയ വണ്ണം തുടക്കം മുതൽ തന്നെ ഇവിടെ അതിസജീവമായിട്ടുണ്ട്. ഇന്ന് അവസാന 2 ദിവസങ്ങളിലും നമ്മുടെയും കൊട്ടിക്കലാശമാണ്. ഇന്ന് എഡിറ്റർ പ്രമോദ് രാമനുണ്ട്. അദ്ദേഹം 3 സ്ഥാനാർത്ഥികളെയും ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട നേതാക്കൾ UDF-ന്റെ LDF-ന്റെ നേതാക്കളുമായും അഭിമുഖങ്ങൾ നടത്തുന്നത് അദ്ദേഹം ഇവിടുന്ന് ഉണ്ടാവും. നാളെ കൊട്ടിക്കലാശത്തിനും വളരെ സജീവമായ സജ്ജീകരണങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. എന്തായാലും നിലമ്പൂരിന്റെ ആവേശം പൂർണ്ണമായി തന്നെ എത്തിക്കാൻ മീഡിയ വൺ സംഘവും സജ്ജമാണ്. എന്തായാലും വൻ സജ്ജീകരണങ്ങളുമായി മീഡിയ വണ്ണും നിലമ്പൂരിൽ ഈ അവസാന ഘട്ട മണിക്കൂറുകളിൽ അവസാന പ്രചാരണത്തിന്റെ വിവരങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നാളെയാണ് കൊട്ടിക്കലാശം.